Today, let's learn the two important tenses, simple past and present perfect. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പ്രസന്റ് പെർഫെക്റ്റും സിമ്പിൾ പാസ്റ്റ് എന്താണെന്ന് പഠിക്കാം. പലർക്കും കൺഫ്യൂഷനാ. ഐ വെന്റ് എന്ന് പറയണോ, ഐ ഹാവ് ഗോൺ എന്ന് പറയണോ, ഇതൊക്കെ എവിടെ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് അറിയില്ല. പലർക്കും കൺഫ്യൂഷനാ. ദാറ്റ്സ് വാട്ട് വി ആർ ഗോയിങ് ടു ലേൺ ടുഡേ. ഓക്കെ, അപ്പോൾ സിമ്പിൾ പാസ്റ്റിനെ കുറിച്ച് നമുക്ക് ആദ്യം പഠിക്കാം. ഇത് നമ്മൾ എങ്ങനെ എഴുതുന്നത്? ഫസ്റ്റ് സബ്ജക്റ്റ് എന്ന് എഴുതുന്നത്, ദെൻ വേർബിന്റെ സെക്കൻഡ് ഫോം വയ്ക്കാലോ. അപ്പൊ നോക്കൂ, ഞാൻ ഇന്നലെ പാർക്കിലേക്ക് പോയി, അല്ലെങ്കിൽ അവൻ ഇന്നലെ പാർക്കിലേക്ക് പോയി. ഹി വെന്റ് ടു ദ പാർക്ക് യെസ്റ്റർഡേ. ഹി വെന്റ് ടു ദ പാർക്ക് യെസ്റ്റർഡേ. ഇവിടെ യെസ്റ്റർഡേ എന്നുള്ളൊരു ടൈം മെൻഷൻ ചെയ്തിട്ടുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ഒരു ടൈം, കൃത്യമായിട്ടുള്ള ഒരു ടൈം അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് സിമ്പിൾ പാസ്റ്റ് പറഞ്ഞാൽ മതി. ഹി വെന്റ് ടു ദ പാർക്ക് യെസ്റ്റർഡേ. പിന്നെ ഏതൊരു എക്സാമ്പിൾ, ഞാൻ ഡൽഹി കഴിഞ്ഞ വർഷം വിസിറ്റ് ചെയ്തു. I visited Delhi last year. I visited Delhi last year. ലാസ്റ്റ് ഇയർ എന്നുള്ള ടൈം മെൻഷൻ ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പൊ കഴിഞ്ഞ വർഷം, അതുകൊണ്ട് ഇത് സിമ്പിൾ പാസ്റ്റിൽ പറഞ്ഞാൽ മതി. I visited അല്ലെങ്കിൽ he visited Delhi last year. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. ഞാൻ ആ മൂവി കഴിഞ്ഞ ആഴ്ച കണ്ടു. I saw the movie last week. I saw the movie last week. കഴിഞ്ഞ ആഴ്ച. ഓക്കെ, അപ്പൊ സിമ്പിൾ പാസ്റ്റ്. അപ്പൊ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? സിമ്പിൾ പാസ്റ്റിൽ എന്തെങ്കിലും ഒരു ടൈം മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ പാസ്റ്റ് പറയാം. നെക്സ്റ്റ് നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. പ്രസന്റ് പെർഫെക്റ്റിന്റെ സ്ട്രക്ചറൊക്കെ നിങ്ങൾ ആദ്യം കഴിഞ്ഞ കുറെ വീഡിയോസിൽ പഠിച്ചതാണ് അല്ലെ? സബ്ജക്റ്റിന് ശേഷം ഹാസ് ഓർ ഹാവ് വെക്കുക, ദെൻ വേർബിന്റെ തേർഡ് ഫോം വെക്കുക. സിംഗുലർ ആണെങ്കിൽ ഹാസ്, പ്ലൂറൽ ആണെങ്കിൽ ഹാവ്. ഇതൊക്കെ കുറെ വീഡിയോസ് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അവൻ മാർക്കറ്റിലേക്ക് പോയിട്ടുണ്ട്. He has gone to the market. He has gone to the market. He is still there or just left. അവൻ ഇപ്പോഴും അവിടെയുണ്ട്, അല്ലെങ്കിൽ പോയിട്ടുണ്ടാകാം. നമുക്ക് ഒരു സ്പെസിഫിക് ടൈം നമുക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റിൽ പറഞ്ഞാൽ മതി. He has gone to the market. ഇതിനൊരു എക്സാമ്പിൾ, ഞാൻ ഡൽഹി വിസിറ്റ് ചെയ്തിട്ടുണ്ട്. I have visited Delhi. I have visited Delhi. എപ്പോഴാണെന്നൊന്നും പറയുന്നില്ല, ടൈം ഒന്നും പറയുന്നില്ല അല്ലേ? നമുക്ക് പ്രസന്റ് പെർഫെക്റ്റിൽ പറയാം, I have visited Delhi. നേരൊരു എക്സാമ്പിൾ, ഞാൻ ആ മൂവി കണ്ടിട്ടുണ്ട്. I have seen the movie. I have seen the movie. ഞാൻ ആ മൂവി കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ രൂപത്തിൽ ചോദിക്കുകയാണ്, നീ ഇന്ന് രാവിലെ എന്റെ ഫോൺ കണ്ടോ? Did you see my phone this morning? Did you see my phone this morning? ഇന്ന് രാവിലെ this morning എന്നൊരു വാക്ക് അതിനുണ്ട് അല്ലേ? അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ നമുക്ക് സിമ്പിൾ പാസ്റ്റ് ചോദിക്കാം. Did you see my phone this morning? ഇനി വേറൊരു തരത്തിൽ ഇങ്ങനെ ചോദിക്കാം, Have you seen my phone? നീ എന്റെ ഫോൺ കണ്ടോ, കണ്ടിട്ടുണ്ടോ? പ്രസന്റ് പെർഫെക്റ്റ്. അവിടെ ടൈം ഒന്നും മെൻഷൻ ചെയ്യുന്നില്ല അല്ലേ? ഇപ്പോഴും അതിന്റെ എക്സ്പീരിയൻസിൽ സ്റ്റിൽ എന്റെ പ്രസന്റ്, ഇപ്പോഴത് പ്രസന്റിലാണ്. അപ്പൊ നമ്മൾ ഇതിൽ എന്താ മനസ്സിലാക്കേണ്ടേ? എന്തെങ്കിലും ഒരു ടൈം മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ പാസ്റ്റ് പറയാം. ടൈം ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല, അതിന്റെ എക്സ്പീരിയൻസ് നമുക്ക് ഇപ്പോഴും ഉണ്ട് എങ്കിൽ, ഒരു എക്സ്പീരിയൻസ് ആണെങ്കിൽ നമുക്കത് പ്രസന്റ് പെർഫെക്റ്റിൽ പറയാം. If you like this video, please like, share and subscribe my channel. See you in the next video. Thanks for watching.